15 ലക്ഷത്തിലധികം ആളുകൾ പെന്തക്കോസ്ത് വിശ്വാസികളാണ്. ഇത്രയും വലിയ ഒരു ജനസമൂഹത്തെയാണ് കേരളത്തിലെ 3 മുന്നണികളും നാളിതുവരെ കണ്ടില്ലെന്ന് നടിച്ചത്. ഇനി അത് നടക്കില്ല എന്നാണ് പാസ്റ്റർ ബാബു ചെറിയാൻ പറഞ്ഞതിൻ്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം. നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ ക്രൈസ്തവരിൽ 25% ഇപ്പോൾ പെന്തക്കോസ്ത് വിശ്വാസികളാണ്. മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിലെ അറിയപ്പെടുന്ന പ്രസംഗകരിൽ ഒരാളാണ് പാസ്റ്റർ ബാബു ചെറിയാൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലെ ഏതാനും ചില വാക്കുകൾ ഇപ്പോൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നു. മലയാളത്തിലെ പ്രമുഖ വാർത്താ ചാനലുകൾ അതീവ പ്രാധാന്യത്തോടെ അത് റിപ്പോർട്ട് ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ പശ്ചാത്തലത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഒരു പെന്തക്കോസ്ത് വേദിയിൽ നിന്നും ഉയർന്നതെന്ന് ചാനലുകൾ തിരിച്ചറിഞ്ഞു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രസക്തമായ കാര്യം. സത്യത്തിൽ ഇത്തവണത്തെ കുമ്പനാട് കൺവെൻഷൻ നടന്നതുകൊണ്ട് ആകെ ഉണ്ടായ നേട്ടം ഈ ഒരു വാർത്ത മാത്രമാണെന്നതാണ് വാസ്തവം. ഏതായാലും എന്താണ് പാസ്റ്റർ ബാബു ചെറിയാൻ പറഞ്ഞതെന്ന് നോക്കാം. ഇതിനകം എല്ലാവരും കേട്ടതാണെങ്കിലും ഒന്നുകൂടെ കേൾക്കുക. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരിക, പെന്തക്കോസ്ത് എന്ന വിഭാഗത്തിന് വേണ്ടി സംസാരിക്കാൻ ചിലർ നമ്മുടെ അസംബ്ലിയിൽ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. യെസ്, പ്രാർത്ഥിക്കണം. പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ പലരും ഇങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് തെളിയിച്ചല്ലോ. അറിവുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ഇനിയുള്ള കാലത്ത് ജയം തീരുമാനിക്കുന്നത് പെന്തിക്കോസ്തുകാരാണ്. നമുക്കിതൊന്നും അറിയില്ല, രാഷ്ട്രീയക്കാർ ഇതിന്റെയൊക്കെ കണക്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ ഗ്രൂപ്പല്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പാസ്റ്റർ ബാബു ചെറിയാന്റെ വാക്കുകൾക്ക് അനുകൂലമായ വാർത്തകൾ ഉണ്ടായെങ്കിലും പെന്തക്കോസ്തുകാർക്കിടയിൽ രൂക്ഷമായ വിമർശനങ്ങളും ട്രോളുകളും നെഗറ്റീവ് പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ബാബു ചെറിയാൻ പറഞ്ഞതിൻ്റെ പ്രസക്തി എന്താണെന്ന് പരിശോധിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലുള്ളത്. ഒന്ന്, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ പെന്തക്കോസ്ത് സഭകളുടെ വളർച്ചയും മുന്നേറ്റവും രാഷ്ട്രീയക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 2, നിയമസഭയിൽ പെന്തക്കോസ്തിനു വേണ്ടി സംസാരിക്കാൻ ചിലർ ഉണ്ടാകേണ്ടതുണ്ട്. 3, നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഓരോന്നായി നോക്കാം. കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ കൃത്യമായ കണക്ക് ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന സംശയമാണ്. ലഭ്യമായത് 2011 സെൻസസ് അനുസരിച്ചുള്ള കണക്കുകളാണ്. അതനുസരിച്ച് 18.4% ക്രൈസ്തവരുടെ അംഗസംഖ്യ. അതിൽ സീറോ മലബാർ സഭ 40%, മലങ്കര കത്തോലിക്കർ 7.5%, ലാറ്റിൻ കാത്തലിക്സ് 13% എന്നൊക്കെയാണ് കണക്കുകൾ. ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ 8% വെച്ചും മാർത്തോമ സഭ 6.5%, CSI സഭ 4.5%. ആ കണക്കിൽ പെന്തക്കോസ്തുകാരുടെ അംഗസംഖ്യ പറഞ്ഞിരിക്കുന്നത് 4.5% മാത്രമാണ്. അതായത് CSI സഭയുടെയും പെന്തക്കോസ്ത് സഭകളുടെയും സ്ട്രെങ്ത് 1 ആണെന്ന് കാണിച്ചിരിക്കുന്നു. 15 വർഷം മുമ്പെടുത്ത സെൻസസ് അനുസരിച്ചുള്ള കണക്കാണ് ഇത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇക്കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾക്കിടയിൽ അടിസ്ഥാനപരമായ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പെന്തക്കോസ്ത് സഭകളുടെ അഭൂതപൂർവമായ വളർച്ചയെന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ക്രൈസ്തവ സഭകളും അവരുടെ അംഗസംഖ്യയുടെ കണക്കിൽ താഴോട്ട് പോയപ്പോൾ പെന്തക്കോസ്ത് സഭകളുടെ അംഗസംഖ്യ അനുദിനം വളർന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് ഒഴിച്ചുള്ള ക്രൈസ്തവ സഭകളുടെ അംഗസംഖ്യയിൽ കുറവുണ്ടായത്? മുഖ്യധാര ക്രൈസ്തവ സമൂഹമായ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ബയോളജിക്കൽ ഗ്രോത്ത് റേറ്റ് അപകടകരമായ അവസ്ഥയിലാണ്. അതിനാൽ തന്നെ ജനനം മൂലം ഈ സഭകളിലൊന്നും ജനസംഖ്യാ വർധനവ് ഉണ്ടാകുന്നില്ല. ഈ സമൂഹത്തിൽ നിന്നാണ് കഴിഞ്ഞ 15 വർഷത്തിൽ വൻതോതിലുള്ള മൈഗ്രേഷൻ വിദേശത്തേക്ക് ഉണ്ടായതെന്നതും ഈ സമൂഹത്തിൻ്റെ കേരളത്തിലെ ജനസംഖ്യയിൽ കുറവ് വരാൻ കാരണമായി തീർന്നു. കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ, CSI ഈ സഭകളിലൊന്നും പുതിയ വിശ്വാസികൾ ഉണ്ടാകുന്നില്ല. മതം മാറിയോ സഭ മാറിയോ നാമമാത്രമായി പോലും ഈ സഭകളിലേക്ക് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഈ സഭകളിൽ നിന്നെല്ലാം 10,000 കണക്കിന് അംഗങ്ങൾ
പെന്തക്കോസ്ത് ന്യൂ ജനറേഷൻ സഭകളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അതായത് പെന്തക്കോസ്ത് ഒഴികെയുള്ള എല്ലാ സഭകളുടെയും അംഗസംഖ്യയിൽ ഭീമമായ ചോർച്ചയുണ്ടായി. അവരെല്ലാം എത്തിപ്പെട്ടത് പെന്തക്കോസ്ത് സഭകളിലാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ വളർച്ചയുണ്ടായിട്ടുള്ള ഏക ക്രിസ്തീയ സമൂഹം പെന്തക്കോസ്ത് സഭകൾ മാത്രമാണ്. എല്ലാ പാരമ്പര്യ ക്രൈസ്തവ സഭകളിൽ നിന്നും പെന്തക്കോസ്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു. ഈ വളർച്ചയുടെ പ്രധാന ഘടകം അതാണ്. എന്നാൽ ഈ കണക്കിൽ ഉൾപ്പെടാത്ത മറ്റൊരു വിഭാഗം കൂടെ പെന്തക്കോസ്തിലേക്ക് വന്നിട്ടുണ്ട്. അത് ഹൈന്ദവരിൽ നിന്നാണ്. ഈഴവ സമൂഹത്തിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സത്യസന്ധമായ ഒരു കണക്കെടുത്താൽ കേരളത്തിലെ ക്രൈസ്തവരുടെ ആകെ ജനസംഖ്യയിൽ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമൂഹം പെന്തക്കോസ്ത് ആണെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതായത് കേരളത്തിലെ ക്രൈസ്തവരിൽ 20-25% പെന്തക്കോസ്ത് വിശ്വാസികളാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും. വേറൊരു വിധത്തിലും ഈ കണക്കിനെ നമുക്ക് പറയാം. 2011 കേരളത്തിൽ ആകെ 64 ലക്ഷം ക്രൈസ്തവരാണുള്ളത്. ഇപ്പോൾ അതൊരു 70 ലക്ഷമായി മാറിയിട്ടുണ്ടാകാം. അതിൽ പകുതി പേരും കത്തോലിക്കരാണെന്ന് കണക്കാക്കുക. ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ, CSI എല്ലാം കൂടെ ഒരു 15-20 ലക്ഷം പേരുണ്ടെന്ന് കരുതിയാൽ ബാക്കി വരുന്ന 15 ലക്ഷത്തിലധികം ആളുകൾ പെന്തക്കോസ്ത് വിശ്വാസികളാണ്. ഇത്രയും വലിയ ഒരു ജനസമൂഹത്തെയാണ് കേരളത്തിലെ 3 മുന്നണികളും നാളിതുവരെ കണ്ടില്ലെന്ന് നടിച്ചത്. ഇനി അത് നടക്കില്ല എന്നാണ് പാസ്റ്റർ ബാബു ചെറിയാൻ പറഞ്ഞതിൻ്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം. ഇനി ബാബു ചെറിയാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, നിയമസഭയിൽ പെന്തക്കോസ്തിനു വേണ്ടി പറയാൻ ആളില്ല എന്നുള്ളത്. സത്യമാണത്. പെന്തക്കോസ്തിൻ്റെ ഒരു വിഷയത്തിനു വേണ്ടി കേരള നിയമസഭയിൽ പറയാൻ ഇന്നുവരെ ഒരാൾ ഉണ്ടായിട്ടില്ല. നിയമസഭയിൽ മത്സരിക്കാൻ ഇന്നുവരെ ഒരു മുന്നണിയും ഒരു പെന്തക്കോസ്തുകാരനെയും പരിഗണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഒരു മുന്നണിയും പെന്തക്കോസ്തുകാരെ പരിഗണിക്കാത്തത്? പല കാരണങ്ങൾ അതിനുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകനായ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു അവാർഡ് ദാന ചടങ്ങിൽ പറഞ്ഞപ്പോൾ ഞാനത് കേട്ടുകൊണ്ടിരുന്നതാണ്. സീറോ മലബാർ കത്തോലിക്ക സഭയേക്കാൾ കുറയാത്ത സംഖ്യ പെന്തക്കോസ്തിൽ ഉണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. എന്നാൽ പെന്തക്കോസ്തുകാർക്ക് വിലപേശൽ ശക്തിയില്ല, സഭകൾ തമ്മിൽ ഐക്യമില്ല. അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് വളരെ ശ്രദ്ധേയവും യാഥാർത്ഥ്യബോധവുമുള്ളതുമാണ്. പെന്തക്കോസ്തുകാർക്ക് വിസിബിലിറ്റി വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് വിസിബിലിറ്റി? പെന്തക്കോസ്ത് കത്തോലിക്ക സഭയെ പോലെ ഒരു ഏകശിലാനിർമ്മിതമായിട്ടുള്ള സഭയല്ല. രാഷ്ട്രീയ ഇച്ഛാശക്തി നമുക്കില്ല, അങ്ങനെ ഒരു ലീഡർ നമുക്കില്ല, പൊളിറ്റിക്കൽ ബാർഗെയിനിങ് പവറില്ല, സംഘടനാ ശക്തി ഉണ്ടാകണമെന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. കാര്യങ്ങൾ ഉറക്കെ പറയാനും ഉറച്ചു പറയുവാനും നിങ്ങൾ തയ്യാറാകണം. പെന്തക്കോസ്തുകാർക്ക് വിസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും നിങ്ങളെ അവഗണിക്കുന്നത്. അതുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നല്ലൊരു പെന്തക്കോസ്തുകാരൻ അവിടെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നത് എന്നുവരെ അദ്ദേഹം തുറന്നു പറയുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പെന്തക്കോസ്തുകാർ ധാരാളം ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. 100-200 പേർ ജയിക്കുകയും ചെയ്തു. സഭയുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിട്ടല്ല ഇവരൊന്നും ജയിച്ചു വന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം വിവിധ സഭകളാണ്, വിവിധ പ്രസ്ഥാനങ്ങളാണ്, വിവിധ ബാനറുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ സമൂഹത്തിൻ്റെ മൊത്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരേ ആശയത്തോടെ ഒന്നിച്ചു വരുവാൻ നാം തയ്യാറാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ അതിന് തയ്യാറായാൽ പോലും നമ്മളൊരു ബാർഗെയിനിങ് ഫോഴ്സ് ആണെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കരുതുന്നില്ല. കരുതാത്തതിൻ്റെ കാര്യം ഇത്രമേ ഉള്ളൂ. നമുക്ക് സ്കൂള്, കോളേജ്, ആശുപത്രി ഇത്തരം ബിസിനസ്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ നിലയിലൊന്നും ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡോ ആനുകൂല്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ അടുത്തൊന്നും കാര്യമായ ആവശ്യങ്ങളുമായി ചെല്ലുന്നില്ല, പ്രഷർ ചെലുത്തുന്നില്ല. അതുകൊണ്ട് അവർ നമ്മളെ ബോധപൂർവം അവഗണിക്കുകയും ചെയ്യുന്നു. ഞാൻ വളരെ ചെറിയ ഒരു കണക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ട് ഇത് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ്. പാസ്റ്റർ ബാബു ചെറിയാൻ പറഞ്ഞു നിയമസഭയിൽ നമുക്ക് ആളുണ്ടാകണമെന്ന്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഓർപ്പിച്ചു. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ നിർണായക ശക്തിയാണെന്ന് രാഷ്ട്രീയക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൽ നിന്ന് എനിക്ക് ലഭിച്ച കണക്ക് ഓരോ മണ്ഡലത്തിൽ എത്ര പെന്തക്കോസ്തുകാരുണ്ടെന്ന ഒരു കണക്ക് അവരുടെ കയ്യിലുണ്ട്. ആ കണക്കിൽ ഞാൻ നോക്കിയപ്പോൾ 5000-ലധികം വോട്ട് പെന്തക്കോസ്തുകാർക്കുള്ള മണ്ഡലങ്ങൾ ഞാൻ എണ്ണിയെടുത്തപ്പോൾ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ 52 മണ്ഡലങ്ങളിൽ 5000-ലധികം വോട്ട് പെന്തക്കോസ്തുകാർക്കുണ്ട്.
ഈ മണ്ഡലങ്ങളിലെ വിജയിയെ നിർണയിക്കുവാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള അധികാരം, അതിനുള്ള കഴിവ് പെന്തക്കോസ്തുകാർക്കുണ്ടെന്ന് ചുരുക്കം. അത് രാഷ്ട്രീയക്കാർ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരത് കണ്ടില്ലെന്ന് നടിക്കുകയും നമുക്ക് ഒരു അവകാശങ്ങളും നമ്മൾ ചോദിച്ചു ചെല്ലാത്തത് കൊണ്ട് ഒന്നും തരാതെയും നമ്മിൽ ആരെയും ഒരു സ്ഥാനാർത്ഥി പോലും ആക്കാതെയും മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇപ്പോൾ ചില തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമുക്കും ഉണ്ടാകണം, രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകണം, ഇവിടുത്തെ 3 മുന്നണിക്കാർക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു സാധ്യതയാണ് ഈ കണക്കിനകത്തുള്ളത്. നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം മണ്ഡലത്തിൽ 7500 പെന്തക്കോസ്ത് വോട്ടുണ്ട്. മണലൂരിൽ 6500, തൃശ്ശൂർ മണ്ഡലത്തിൽ 9000. അവിടെ LDF കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് വെറും 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണെന്ന് ഓർക്കണം. ഇരിങ്ങാലക്കുടയിൽ 7500, ചാലക്കുടിയിൽ 5500. അവിടെ UDF ജയിച്ചത് വെറും 1000 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ. ഇനി എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ പെരുമ്പാവൂർ മണ്ഡലത്തിൽ 7500-ലധികം പെന്തക്കോസ്ത് വോട്ടുണ്ട്. അവിടെ UDF കഴിഞ്ഞ പ്രാവശ്യം വെറും 3000 വോട്ടിനാണ് വിജയിച്ചതെന്ന് ഓർക്കുക. അങ്കമാലി, ആലുവ, കളമശ്ശേരി ഈ മണ്ഡലങ്ങളിലെല്ലാം 5000-ന് മുകളിൽ വോട്ടുണ്ട്. ഇതെല്ലാം UDF നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന മണ്ഡലങ്ങളുമാണ്. കൊച്ചി മണ്ഡലത്തിലേക്ക് വരുമ്പോൾ 7500 വോട്ട് കൊച്ചി മണ്ഡലത്തിൽ പെന്തക്കോസ്ത് വിശ്വാസികൾക്കുണ്ട്. തൃപ്പൂണിത്തുറയിൽ അത് 6700-ഉം എറണാകുളം മണ്ഡലത്തിൽ 10000-ലധികവുമാണ്. തൃക്കാക്കരയിൽ 15000-ലധികം വോട്ട് പെന്തക്കോസ്ത് വിശ്വാസികൾക്കുണ്ട്. ഇനി ഇടുക്കി ജില്ലയാണ് മൃഗീയമായ നിലയിൽ പെന്തക്കോസ്ത് സ്വാധീനമുള്ള ഒരു മേഖല, ഒരു ജില്ലയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട് ഈ 4 മണ്ഡലങ്ങളിലും 10000-ലധികം വോട്ട് പെന്തക്കോസ്തുകാർക്കുണ്ട്. അതിൽ ഉടുമ്പൻചോലയിൽ 13000, ഇടുക്കിയിൽ 15000, പീരുമേട്ടിൽ 25000-ലധികം വോട്ട് പെന്തക്കോസ്ത് വിശ്വാസികൾക്കുണ്ട്. കോട്ടയം ജില്ലയിലേക്ക് വരാം. കടുത്തുരുത്തിയിലും വൈക്കത്തും കഴിഞ്ഞ പ്രാവശ്യം 2ഇടത്തും LDF ആണ് ജയിച്ചത്. അവിടെ 2ഇടത്തും പെന്തക്കോസ്ത് സ്വാധീനമുള്ള മേഖലകളാണ്. കടുത്തുരുത്തിയിൽ 9000 വോട്ടും വൈക്കത്ത് 5000-ലധികം വോട്ടുകളും പെന്തക്കോസ്തുകാർക്കുണ്ട്. ഏറ്റുമാനൂരിൽ അത് 18000-ഉം കോട്ടയത്ത് 16000-ഉം പുതുപ്പള്ളിയിൽ 17000-ഉം ചങ്ങനാശ്ശേരിയിൽ 15000-ഉം കാഞ്ഞിരപ്പള്ളിയിൽ 8000-വുമാണ്. ഇതിൽ LDF ജയിച്ച 2 മണ്ഡലങ്ങളാണ് ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും എന്നുകൂടെ ഓർക്കുക. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ ചേർത്തല, ആലപ്പുഴ, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ ഈ മണ്ഡലങ്ങളിലെല്ലാം 5000-ലധികം വോട്ടുണ്ട്. അതിൽ മാവേലിക്കരയിലും ചെങ്ങന്നൂരിലും 10000-ലധികം വോട്ട് പെന്തക്കോസ്ത് വിശ്വാസികൾക്കുണ്ട്. ഇനി പെന്തക്കോസ്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ, ഞാൻ തിരുവല്ല മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. ഇവിടെ 20000-ലധികം പെന്തക്കോസ്ത് വോട്ടുണ്ട് ഈ തിരുവല്ല മണ്ഡലത്തിൽ. റാന്നിയിൽ അത് 25000-ലധികമാണ്. ആറന്മുള, അതായത് കുമ്പനാടൊക്കെ ഉൾപ്പെടുന്ന ആറന്മുളയിൽ 17500 വോട്ട് പെന്തക്കോസ്തുകാർക്കുണ്ട്. കോന്നിയിൽ 15000-ഉം അടൂരിൽ 14000-ലധികവുമുണ്ട്. കൊല്ലത്തേക്ക് വന്നാൽ കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ മണ്ഡലങ്ങളിൽ 15000, 25000, 22000 എന്നീ നിലകളിലാണ് പെന്തക്കോസ്തുകാരുടെ വോട്ടുള്ളത്. കുണ്ടറയിലും കൊല്ലത്തും 5000-ലധികം വോട്ടുണ്ട്. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും പെന്തക്കോസ്തുകാർക്ക് 5000-ലധികം വോട്ടുണ്ട്. നേമത്ത് മാത്രമാണ് അല്പം കുറവ്, 3000-നും 4000-നും ഇടയിലായിരിക്കാം. ആറ്റിങ്ങലിൽ 5000, ചിറയൻകീഴ് 15000, നെടുമങ്ങാട് 7500, വാമനപുരം 5000, കഴക്കൂട്ടം 14000, വട്ടിയൂർക്കാവ് 15000, തിരുവനന്തപുരം 18000, നേമം 5000, അരുവിക്കര 12000, പാറശാല 18000, കാട്ടാക്കട 12000, നെയ്യാറ്റിൻകര 20000. ഇതാണ് പെന്തക്കോസ്തുകാർക്ക് ഈ 52 മണ്ഡലങ്ങളിലുള്ള രാഷ്ട്രീയ സ്വാധീനം, നമ്മൾക്ക് വോട്ടുള്ളത്. ഇത് നമ്മൾ തിരിച്ചറിയുക, മറ്റ് രാഷ്ട്രീയ മുന്നണികളും തിരിച്ചറിയുക, എന്തു വേണമെന്ന് ഇരുകൂട്ടരും തീരുമാനിക്കുക. മൂന്നാമത് ബാബുച്ചെറിയൻ പറഞ്ഞ കാര്യം നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. പ്രാർത്ഥനയാണ് പെന്തക്കോസ്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളിലൊന്ന്. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി യഥാസമയം പ്രവർത്തിക്കുമെന്നും നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എസ്തേറിനെ പോലെ, അല്ലെങ്കിൽ നെഹമ്യാവിനെ പോലെ, അതുമല്ലെങ്കിൽ ദാനിയേലിനെ പോലെ, ജോസഫിനെ പോലെ ആരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നിന്ന് എഴുന്നേക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒറ്റ കാര്യം, ഒന്നിച്ച് നിൽക്കുക. ഒന്നിച്ച് ഒരു സംഘടനയാകുക എന്നുള്ളതല്ല അർത്ഥം. ഒന്നിച്ച് നാം നിൽക്കാൻ തയ്യാറായാൽ, ഒരേ ആശയത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായാൽ,
ഇവിടെ നമ്മെ ശ്രദ്ധിക്കുവാനും ആളുകളും മുന്നണികളും മുന്നോട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ നിയമസഭയിൽ ഒന്നിലധികം പെന്തക്കോസ്ത് വിശ്വാസികൾ അംഗങ്ങളായി ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.